ഈ ചെറുകുട്ടിക്ക് ഈ പറയുന്ന അഫാന് അവർ പൈസകളൊക്കെ കൊടുക്കുന്നു, അത് കിട്ടുന്ന പൈസയൊക്കെ അവർക്ക് കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ അവർ വരുമ്പോഴൊക്കെ പൈസയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന്. ഇല്ല, ഞാൻ പോയില്ല. ഞാൻ റൂട്ട് സൈലുള്ള ആളായതുകൊണ്ട് റൂട്ടിലായിരുന്നു. ഇവിടെ വന്ന് വിവരങ്ങൾ അറിഞ്ഞതേ ഉള്ളൂ. അവർ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്, പക്ഷെ സംസാരം ക്ലിയർ അല്ല. അവൻ്റെ ഉമ്മ താടിയലിന് പൊട്ടലൊക്കെ ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞതായിട്ട് കേട്ടത്. പിന്നെ അതുകൊണ്ട് സംസാരം ക്ലിയർ അല്ലാത്തതുകൊണ്ടായിരിക്കും ഇനി അവരുടെ മൊഴിയെടുക്കാത്തത്. മൊഴിയെടുക്കും എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് പറയുന്നത്? ഇപ്പോഴും താൻ കട്ടിലിൽ നിന്ന് വീണു? അവർ ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞേക്കുന്നത് അങ്ങനെയാണെന്നാണ് പറയണം. അതായത് കട്ടിലിൽ നിന്ന് വീണു എന്നാണ് പറഞ്ഞതായിട്ട് പറയുന്നത്. ഇളയ മകനെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മകനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ കൂടുതലായിട്ട് നമുക്ക് എല്ലാവരും ഈ പറഞ്ഞുള്ള അറിവുകളേ ഉള്ളൂ. കൂടുതലായിട്ടൊരു അറിവ് നമുക്കില്ല. നമ്മൾ ഈ സംഭവ സമയത്തൊക്കെ ഇവിടെ വന്ന് വൈകിട്ടാണ് ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. അറിഞ്ഞാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് ഈ ഉമ്മയെ ഇങ്ങനെ രക്തത്തിൽ രക്തം വാർന്നിങ്ങനെ കിടക്കുന്നത് കണ്ടത്. ഉമ്മ എങ്ങനെയാണ് ആളുകൾ കേട്ട്? അയ്യോ, ഉമ്മ ഇവിടുത്തെ മുൻ ഇമാമ് വരെ പറയുന്നത്, പള്ളിയിലെ ഇമാമ് വരെ പറയുന്നത് സ്വർഗത്തിലെ ഉമ്മാമ്മ എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് നല്ല പുണ്യപ്രവൃത്തി ചെയ്യുന്ന ഒരു ഉമ്മാമ്മയായിരുന്നു അവർ. ഞങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്, ഇതിൽ വരുമ്പോഴൊക്കെ അവിടെ ഇരിക്കും. നല്ല ഇതാണ്. ഈ ചെറുകുട്ടിക്ക് ഈ പറയുന്ന അഫാന് അവർ പൈസകളൊക്കെ കൊടുക്കുന്നു, അത് കിട്ടുന്ന പൈസയൊക്കെ അവർക്ക് കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ അവർ വരുമ്പോഴൊക്കെ പൈസയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് കണ്ടു. പുള്ളി വന്ന, അതായത് റഹീം ഇവൻ്റെ അഫാൻ്റെ വാപ്പ അവിടെ നാട്ടിൽ എത്തി ഖബർസ്ഥാൻ കാണാൻ വേണ്ടി വന്നു. പള്ളിയിൽ വെച്ച് കണ്ട് ഞങ്ങൾ സംസാരിച്ചു. പുള്ളി എന്താ പറയുക, പുള്ളി മെൻ്റലി ഷോക്ക്ഡാണ്. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പുള്ളിക്കൊന്നും പറയാനില്ല. പുള്ളി എന്താ പറയണത്? പുള്ളി അവിടെ നിൽക്കുന്ന ആളിന് ഈ എല്ലാം പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. ഞാൻ കണ്ടു പുള്ളിയായിട്ട്. ഞങ്ങൾ ഒത്തിരിയൊന്നും സംസാരിച്ചില്ല. എന്താ പറയുക, കണ്ണ് നിറയുന്ന. അങ്ങനെ വന്നപ്പോൾ പിന്നെ അങ്ങ് നിർത്തി. എന്തെങ്കിലും ഇപ്പം അഫാൻ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്, കുടുംബത്തോട് മരിക്കാനാണ് തീരുമാനം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം ഇതിന് മാത്രം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോന്നോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ അതിൻ്റെ കണക്കുകൾ, കൃത്യമായ കണക്കുകളൊന്നും അറിയത്തില്ല. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് ഇവരെല്ലാവരും ഈ പറയുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ ഈ ചാനൽ വഴി പറഞ്ഞുള്ള അറിവേ എനിക്കും ഉള്ളൂ. കാരണം അവരും താമസിക്കുന്നത് പേരുമലയല്ലേ, അങ്ങ് വെഞ്ഞാറമൂടല്ലേ. നമുക്കറിയില്ല, നമ്മളിവിടെ ഒരു അയൽവാസി. പിന്നെ മാത്രമല്ല ഇവരുടെ ബന്ധങ്ങൾ വരും, നമ്മൾ അളിയൻ്റെയൊക്കെ ബന്ധങ്ങളായിട്ട് വരും. അത്രയേ ഉള്ളൂ. ഇവിടെ അഫാൻ്റെ സ്ഥലത്തെ അവിടുന്ന് ഇത്തരത്തിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ. അപ്പം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പം ബോധപൂർവം തന്നെയാണ് ഇത് ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഒരു സ്വബോധത്തോടെ ഒരാൾ ചെയ്യാൻ കഴിയുന്നതായിട്ട് തോന്നുന്നില്ല. സ്വബോധത്തോടെ ചെയ്യുന്ന ഒരു പ്രകൃതിയായിട്ട് ഒരു ഇതായിട്ട് നമുക്ക് തോന്നുന്നില്ല അത്. കാരണം ഒരാളിന് സ്വബോധത്തോടെ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഇല്ല. മാനസികമായിട്ട് ഇനി എന്തെങ്കിലും അവന് മാനസിക സമ്മർദ്ദങ്ങൾ, എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. എല്ലാം ഈ പെട്ടെന്ന് ഈ ഒരു സമയത്തുള്ള ഒരു അറിവ് മാത്രമേ നമുക്കുള്ളൂ. പെട്ടെന്നാണ്. ഇതിന് മുന്നേ ഒന്നും അങ്ങനത്തെ ഒരു വിഷയങ്ങൾ ആർക്കും അറിയില്ല. ഇതിനു മുമ്പ് അഫാൻ ഫോൺ വാങ്ങിച്ചു കൊടുക്കാത്തതിന് ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്തോ അത് ഈ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു അറിവില്ല. അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല.